നടൻ മോഹൻരാജ് അന്തരിച്ചു. തിരുവനന്തപുരം കഠിനകുളത്തെ വീട്ടിലാണ് അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രമാണ് ശ്രദ്ധേയമായ വേഷം. 300ഓളം സിനിമകളിൽ നിന്നും വേഷമിട്ടിട്ടുണ്ട്. അരുൺ സോളമൻ, അപർണ കാർത്തിക എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമനിലേക്കാണ്. അരുൺ, എപ്പോഴായിരുന്നു അന്ത്യം? ഇതിൽ ഇന്ന് 3 മണിയോടുകൂടിയാണ് നടൻ കീരിക്കാടൻ ജോസ് വിടവാങ്ങിയ വാർത്ത ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സീരിയൽ താരവും സിനിമാ താരവുമായ ദിനേശ് പണിക്കരാണ് ഇത്തരത്തിലൊരു വാർത്ത സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. കിരീടം എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസ് എന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയാള സിനിമയിൽ തന്നെ ശ്രദ്ധേയമായി മാറിയത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻരാജ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥലം സംബന്ധിച്ച് ഒരു വലിയ തർക്കങ്ങളുണ്ട്. എന്തായാലും കഠിനകുളം എന്നാണ് പോസ്റ്റെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം കാഞ്ഞിരംകുളം എന്നാണ് അറിയാൻ കഴിയുന്നത്. നെയ്റ്റിങ്ങര കാഞ്ഞിരംകുളം സ്വദേശിയാണ് ഈ നടൻ കീരിക്കാടൻ ജോസ്. ഇദ്ദേഹത്തിന്റെ വേർപാട് ഇപ്പൊ എന്തായാലും ഇന്ന് 3 മണിയോടുകൂടിയാണ് സ്വവസതിയിൽ കാഞ്ഞിരംകുളം വീട്ടിലായിരുന്നു മരണ വാർത്ത അറിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ഈ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത എന്തായാലും മരണ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഈ സമയത്ത് നമ്മൾ ദിനേശ് പണിക്കരുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം നമ്മോട് പങ്കുവച്ചതും അത് തന്നെയാണ്. മലയാളത്തിലെ ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ഈ അടുത്ത കാലത്തും പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊക്കെയും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായും മലയാള സിനിമയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ വില്ലൻ കഥാപാത്രത്തിൽ പ്രത്യേകിച്ചും ഒരു പരിവേഷം മലയാളികളുടെ മനസ്സിൽ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷം അദ്ദേഹം അവതരിപ്പിച്ചത് കിരീടം എന്ന സിനിമയിലൂടെയാണ്. മോഹൻലാലിനും തിലകനും ഒക്കെ വളരെ ശ്രദ്ധേയമായ ആ സിനിമയിലൂടെ തന്നെയാണ് ഈ മോഹൻരാജ് എന്ന് പറയുന്ന കഥാപാത്രം കീരിക്കാടൻ എന്ന വേഷം വലിയൊരു പകർന്നാട്ടം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് മോഹൻരാജ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ മലയാളികൾക്ക് അറിയില്ല. കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പറഞ്ഞാൽ മാത്രമാണ് ആ മുഖം നമുക്ക് ഓർമ്മ വരിക. അത്തരത്തിൽ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടായിരുന്നു കിരീടം സിനിമയിലൂടെ അദ്ദേഹം എത്തിയത്. എന്തായാലും ഉറപ്പായും അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പേരിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തി മലയാളികൾക്കിടയിൽ എത്തിക്കുകയും ചെയ്തത്. തമിഴ് ഉൾപ്പെടെയുള്ള ഇതര ഭാഷാ സിനിമകളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ എത്തി. വില്ലൻ വേഷങ്ങളാണ് കൂടുതലും എത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും ആ വിധത്തിൽ തന്നെയായിരുന്നു. 1988 മൂന്നാം മുറയിലൂടെയാണ്, അതൊരു ചെറിയ വേഷത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് തൊട്ട് പിറ്റേ വർഷം 1989 കിരീടത്തിൽ കീരിക്കാടൻ ജോസിൻ്റെ കഥാപാത്രത്തിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളായി ഇടം പിടിക്കുകയായിരുന്നു. പിന്നീട് തുടർന്നങ്ങോട്ട് വില്ലൻ കഥാപാത്രങ്ങൾ തന്നെയാണ് തുടർച്ചയായി നടൻ മോഹൻരാജിന് ലഭിക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധേയമായ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒരിടക്കാലത്ത് 2000-ൻ്റെ തുടക്കത്തിലെല്ലാം തന്നെ ഹാസ്യ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. പല സിനിമകളിലും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. നരൻ, ഒപ്പം തന്നെ മായാവി, ഹലോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സിനിമകളിലും അദ്ദേഹം ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. 2022 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം റോഷാർക്കാണ് അവസാനമായി അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന സിനിമ. തമിഴിലും ഏതാണ്ട് 10ഓളം സിനിമകളിൽ അഭിനയിച്ചു. തെലുങ്കിലും അദ്ദേഹം ശ്രദ്ധേയമായ നിരവധി സിനിമകൾ അഭിനയിച്ചു. ഒരു ഹിന്ദി സിനിമയിലും അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. സീരിയൽ രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു നടൻ മോഹൻരാജ്.